എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഗുരുവായൂരാണ് ഇന്ന് കേട്ടോ. അപ്പോൾ വന്ന വഴിക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതാണ്. അപ്പോൾ ശരവണ ഭവനിൽ കയറിയിട്ട് വട, അതേപോലെ നെയ് റോസ്റ്റ്, ചായ, പിന്നെ ഒരു ലെമൺ സോഡയുണ്ടല്ലോ, അതൊക്കെയാണ് മേടിച്ചത്. അപ്പോൾ അതെല്ലാം കഴിച്ചു. അപ്പോൾ അതിൽക്കുട്ടന് ആദ്യമേ ഇഷ്ടമല്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ അത് ഈ സോഡ നാരങ്ങ വെള്ളം കുറച്ച് കുടിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ 2 ഉഴുന്നുവടയും നല്ല വെള്ള ചമ്മന്തിയൊക്കെ കൂട്ടി കഴിച്ചത്. നന്നായിട്ട് ചായ ഇങ്ങനെ ആറ്റി കുടിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ നമ്മൾ അവിടെ കയറി നല്ല വെജിറ്റേറിയൻ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം നേരെ വടക്കുംനാഥൻ ക്ഷേത്രത്തിലേക്കാണ് വന്നത്. അപ്പോൾ നമ്മളവിടെ എത്തിയപ്പോഴത്തേക്കും അമ്പലം അടച്ചിരുന്നു കേട്ടോ. 12:30 ആയപ്പോഴാണ് അവിടെ എത്തിയത്. അപ്പോൾ ഭഗവാനെ അവിടെ കാണാൻ പറ്റിയില്ല. പിന്നെ അവിടെയൊക്കെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. പിന്നെ അതിനുശേഷം ഐശ്വര്യയുടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അമൃത എന്ന് പറയുന്നത്. അപ്പോൾ അമൃത കുട്ടിയുടെ കുഞ്ഞിനെ കണ്ടതിന് ശേഷമാണ് നമ്മൾ ഇവിടെ, പിന്നെ അവരുടെ വീട്ടിൽ നിന്ന് 1 മണിക്കൂറേ ഉള്ളായിരുന്നു ഗുരുവായൂരത്തേക്ക്. അപ്പോൾ 5 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഗുരുവായൂരെത്തി. നമ്മൾ ശ്രീവത്സം അവിടെ ഹോട്ടലിലാണ് റൂം എടുത്തത്. അപ്പം പിന്നെയെന്ന് പറഞ്ഞാൽ അങ്ങനെ ഗുരുവായൂരപ്പനെ കാണാൻ വന്നു. കൊണ്ടുവന്ന ചക്ക അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ അർപ്പിച്ചതിന് ശേഷം അവിടെ നിന്ന് തൊഴുതു. പിന്നെ ഞാൻ സഹസ്രനാമ പുസ്തകം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭഗവാനെ കണ്ട് തൊഴുതതിന് ശേഷം സഹസ്രനാമം എല്ലാം ജപിച്ചു. സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു നല്ലതായിരുന്നു കേട്ടോ. ഭഗവാനെ കാണാൻ പറ്റി, നന്നായിട്ട് തൊഴാൻ പറ്റി. വിശ്വരൂപമായിരുന്നു ഇന്ന് ഭഗവാന്റെ. അപ്പോൾ കണ്ടപ്പോൾ തന്നെ കണ്ണ് നിറഞ്ഞുപോയി. അപ്പോൾ നന്നായിട്ട് ഭഗവാനെ തൊഴാൻ പറ്റിയെന്നുള്ളത് വലിയൊരു സന്തോഷം നൽകുന്ന കാര്യമാണ്. ഞാൻ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും, എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ ഗുരുവായൂർ തന്നെയാണുള്ളത് കേട്ടോ. അപ്പോൾ ഭഗവാനെ കുളിർക്കെ കണ്ടു, മനസ്സ് നിറയെ തൊഴുതു. അപ്പോൾ ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു എന്ന് തന്നെ പറയാം. പിന്നെ നമ്മൾ അവിടെ നിന്ന് തൊഴുതതിന് ശേഷം അവിടെ ഇരുന്ന് ഞാൻ ഈ വിഷ്ണു സഹസ്രനാമമൊക്കെ ജപിച്ചു. പിന്നെയെന്ന് പറഞ്ഞാൽ അവിടെ ചെല്ലുമ്പോഴെല്ലാം ആ ഭഗവാന്റെ ആ കുളത്തിലൊന്ന് ഇറങ്ങിയിട്ട് അവിടെ കാലൊന്ന് നനയ്ക്കുക പതിവാണ് കേട്ടോ. പിന്നെ കാലൊക്കെ ഒന്ന് നനച്ചു. പിന്നെ അതിനുശേഷം നമുക്ക് അവിടുന്ന് പ്രസാദമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പ്രസാദവും മേടിച്ചു. മയിൽപ്പീലി, ഓടക്കുഴൽ, അതേപോലെ തന്നെ മഞ്ചാടിയും മയിൽപ്പീലിയും ഓട്ടുരുളിയിലിരിക്കുന്ന ഒരു കുഞ്ഞുണ്ണിക്കണ്ണനെ ഞാൻ എപ്പോഴും എൻ്റെ കൈ കൊണ്ടു നടക്കാനായിട്ട് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതാണ് കയ്യിലിരിക്കുന്നത്. തിരിച്ച് ഞങ്ങൾ ഹോട്ടലിലോട്ട് വന്നു. ഇതിൻ്റെ ബാക്കി വീഡിയോസൊക്കെ ഇനി നാളെ ഇടാം. അപ്പോൾ ഇപ്പം ഏകദേശം 11:15 ഒക്കെ ആവാറായി കേട്ടോ. പിന്നെ പ്രസാദത്തിൽ കിട്ടിയ കളഭവും പഴവും അതേപോലെ പഞ്ചസാരപ്പൊടിയും ഒക്കെയാണ്. അപ്പോൾ എന്താ പറയുന്നത്, ഭയങ്കര സന്തോഷമായി. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നു, ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ടാറ്റ, ബൈ ബൈ, സീ യു.